ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എഡ്യൂക്കേസ്റ്റ്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഓർഡേർഡ് ടൈപ്പിൽ വരുന്ന ഡേറ്റ ടൈപ്പുകളെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അൺഓർഡേർഡ് ടൈപ്പിൻ്റെ അണ്ടറിൽ വരുന്ന ഡേറ്റ ടൈപ്പുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. അതിൽ മെയിൻലി നമുക്ക് രണ്ടെണ്ണമാണ് വരുന്നത്, ഒന്ന് സെറ്റും രണ്ട് ഡിക്ഷണറിയും. അപ്പോൾ അതിനു മുന്നേ നമുക്ക് എന്താണ് അൺഓർഡേർഡ് ടൈപ്പ് എന്ന് മനസ്സിലാക്കാം. അൺഓർഡേർഡ് എന്ന് പറയുമ്പോൾ ആ പേര് പോലെ തന്നെ ഇത്തരം ഡേറ്റ ടൈപ്പിനകത്തുള്ള വാല്യൂസിന് ഒരു സ്പെസിഫിക് ഓർഡറോ ഒന്നും ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ എന്താണ് അൺഓർഡേർഡ് ടൈപ്പിൻ്റെ അണ്ടറിൽ വരുന്ന ഡേറ്റ ടൈപ്പുകൾ എന്ന് പറയുമ്പോൾ അത് മ്യൂട്ടബിൾ ആയിരിക്കും, അതുപോലെ ഇറ്ററബിൾ ആയിരിക്കും, അതുപോലെ അതിനകത്ത് ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ്സ് ഉണ്ടായിരിക്കില്ല. ഇറ്ററബിൾ എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ഇത്തരം ഡേറ്റ ടൈപ്പിനകത്തൂടെ ലൂപ്പൊക്കെ ഇട്ടിട്ട് എലമെൻറ്റിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ മ്യൂട്ടബിൾ എന്ന് പറയുമ്പോൾ എന്താണ്, വൺസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിലെ എലമെൻറ്റ്സിൽ എന്തെങ്കിലും ചേഞ്ചസോ മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും പറ്റും. പിന്നെന്താണ്, പക്ഷെ ഒരിക്കലും നമ്മുടെ സെറ്റിനകത്തോ ഡിക്ഷണറിക്കകത്തോ ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ്സ് ഒന്നും അലൗഡ് അല്ല. അപ്പോൾ ഇനി നമുക്ക് ഓരോ ഡേറ്റ ടൈപ്പും എന്താണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ ആണ് സെറ്റ് എന്ന് പറയുമ്പോൾ. അപ്പോൾ സെറ്റ് എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അൺഓർഡേർഡ് കളക്ഷൻ ഓഫ് ഡേറ്റ ടൈപ്പാണ്. അതുപോലെ ഇറ്ററേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡേറ്റ ടൈപ്പാണ്, മ്യൂട്ടബിൾ ആണ്, അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ്സിനെയൊന്നും ഇത് സപ്പോർട്ട് ചെയ്യില്ല. ആൻഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലിസ്റ്റ്, ടപ്പിൾ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ബ്രാക്കറ്റുകളാണ് യൂസ് ചെയ്യുക എന്നുള്ളത് പഠിച്ചു. അപ്പോൾ സെറ്റിൻ്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കേളി ബ്രേസസുകളാണ്. അപ്പോൾ അത് ഓർത്ത് വെക്കണം. ലിസ്റ്റ് ആകുമ്പോൾ സ്ക്വയർ ബ്രാക്കറ്റ് ആയിരുന്നു, ടപ്പിൾ ആകുമ്പോൾ പാരന്തസിസ് ആയിരുന്നു, സെറ്റ് ആകുമ്പോൾ കേളി ബ്രേസസ് ആയിരിക്കും. പിന്നെ നമ്മുടെ സെറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെറ്റിൽ ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്പിൽ കിടക്കുന്ന വാല്യൂസിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു സെറ്റിനകത്തുള്ള ഓരോ എലമെൻറ്റിനെയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോമ ആണ് യൂസ് ചെയ്യാറ്. അതുപോലെ തന്നെ നമുക്കൊരു സെറ്റിനെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൈത്തണിനകത്ത് ഇൻബിൽറ്റ് ആയിട്ട് സെറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, അത് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സാമ്പിൾ നോക്കി, നമുക്ക് 3 സെറ്റ് ഉണ്ട്, സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3. അപ്പോൾ സെറ്റ് 1ൽ നമ്മൾ കേളി ബ്രേസിനകത്ത് ജസ്റ്റ് ഇൻഡിജേഴ്സ് മാത്രമായിട്ട് സ്റ്റോർ ചെയ്തു. രണ്ടാമത്തെ സെറ്റിൽ നമ്മൾ എന്താണ്, ഇൻഡിജർ സ്റ്റോർ ചെയ്തു, ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ സ്റ്റോർ ചെയ്തു, അതുപോലെ ഒരു സ്ട്രിങ്ങിനെയും സ്റ്റോർ ചെയ്തു. മൂന്നാമത്തേതിൽ എന്താണ്, നമ്മൾ മൊത്തത്തിൽ ഒരു 5 സ്ട്രിങ്ങിനെയും സ്റ്റോർ ചെയ്തു. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം, സെറ്റിനകത്ത് നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ഡേറ്റ ടൈപ്പിനെ വേണമെങ്കിലും സ്റ്റോർ ചെയ്യാം. രണ്ടാമത്തെ അൺഓർഡേർഡ് ടൈപ്പ് ഡേറ്റ ടൈപ്പാണ് ഡിക്ഷണറി. ഡിക്ഷണറിയും നമ്മുടെ സെറ്റ് പോലെ തന്നെയാണ്, അതായത് അൺഓർഡേർഡ് കളക്ഷനാണ്. നമുക്ക് ഇത് മ്യൂട്ടബിൾ ആണ്, പക്ഷേ കീ ഒരിക്കലും നമുക്ക് മ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ കീ ഒരിക്കലും റിപ്പീറ്റഡ് ആയിട്ട്, അതായത് ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ്സ് കീയുടെ ഭാഗത്ത് വരാൻ പാടില്ല. ആൻഡ് വാല്യൂസിൻ്റെ കേസ് പറയുന്ന സമയത്ത് വാല്യൂസ് ഡ്യൂപ്ലിക്കേറ്റ് ആകാം. ആൻഡ് അതൊന്നും കൂടിയാണ്, നമുക്ക് ഇൻ കേസ് ലേറ്റർ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്കതിൽ ചേഞ്ചസും വരാം. അപ്പോൾ നിങ്ങളിവിടെ പുതിയൊരു ടേമാണ് പഠിച്ചത്, കീയും വാല്യൂയും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിക്ഷണറിക്കകത്ത് നമ്മൾ വാല്യൂസിനെ സ്റ്റോർ ചെയ്യുന്നത് കീ വാല്യൂ പെയേഴ്സ് ആയിട്ടായിരിക്കും. ആ ടേം നിങ്ങൾ ഡിക്ഷണറിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ആ ടേം അതുപോലെ എഴുതണം, കീ വാല്യൂ പെയേഴ്സ്. അതായത് ഡിക്ഷണറി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് സെറ്റ് പോലെ തന്നെ കേളി ബ്രേസസ് യൂസ് ചെയ്തിട്ടാണ്. പക്ഷേ ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ സെറ്റിൽ എന്താണ്, കേളി ബ്രേസസ് ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് നമുക്ക് എന്താണോ വേണ്ട ഡേറ്റ അത് നമ്മൾ അതിനകത്ത് കൊടുത്തു. പക്ഷേ ഡിക്ഷണറിയുടെ കേസിൽ നമ്മളൊരു ഡിക്ഷണറിയുടെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക, അതിനകത്ത് കേളി ബ്രേസസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആദ്യം നമ്മൾ കൊടുക്കാൻ പോകുന്നത് കീ ആയിരിക്കും. കീ കൊടുത്തു കഴിഞ്ഞ് ഒരു കോളൻ കൊടുത്ത് പിന്നെയാണ് നമ്മൾ ആ കീയുടെ വാല്യൂ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഡിക്ഷണറിക്കകത്ത് ഒരുപാട് കീ വാല്യൂ പെയേഴ്സ് ഉണ്ടായിരിക്കും. ആ ഓരോ കീ വാല്യൂ പെയേഴ്സിനെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത് കോമ യൂസ് ചെയ്തിട്ടായിരിക്കും. അത് എക്സാമ്പിൾ കാണിച്ചു തരാം, അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. അതുപോലെ നമ്മൾ സെറ്റിൻ്റെ കേസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായി, സെറ്റ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പിനെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സെറ്റ് എന്ന് പറയുന്ന ഒരു ഇൻബിൽട്ട് ഫംഗ്ഷൻ പൈത്തണിനകത്ത് ഉണ്ടായിരുന്നു. ആ സെയിം പോലെ തന്നെ നമുക്ക് ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിക്റ്റ് എന്ന് പറയുന്ന ഒരു ഇൻബിൽട്ട് ഫംഗ്ഷൻ നമ്മുടെ പൈത്തണിനകത്ത് ഉണ്ട്. ഓക്കെ, ഡിക്റ്റ് നിങ്ങൾ അതുപോലെ തന്നെ യൂസ് ചെയ്യണം, ഡിക്റ്റ് അതിൻ്റെ ബ്രേസസ്. അപ്പോൾ എന്താണ്, താഴെയുള്ള എക്സാമ്പിൾ നോക്കി, ഡിക്റ്റ് 1 എന്ന് പറയുന്ന പേരിൽ നമ്മളൊരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്തു, കേളി ബ്രേസസ് ഓപ്പൺ ചെയ്തു. ഇതിനകത്ത് ആദ്യം കണ്ടു നെയിം എന്ന് പറഞ്ഞ് നമ്മൾ സ്ട്രിങ് ആയിട്ട് കൊടുത്തേക്കുന്നത്, അതാണ് നമ്മുടെ കീ. ഇവിടെ കീ ആയിട്ട് വരുന്നത് നമ്മുടെ നെയിം കീ ആണ്, അതുപോലെ ഏജ് ഒരു കീ ആണ്, ഹൈറ്റ് ഒരു കീ ആണ്. ബാക്കി വരുന്നത് എല്ലാതും എന്താണ്, ഈ കീയുടെ കറസ്പോണ്ടിങ് വാല്യൂസ് ആണ്. ഇപ്പോൾ നോക്കിയേ, ഇതിപ്പോൾ സ്ട്രിങ് ആയതുകൊണ്ടാണ് നമ്മൾ ഡബിൾ കോഡ്സിനകത്ത് കൊടുത്തത്. അപ്പോൾ നമ്മൾ എന്ത് കൊടുത്തു, നെയിം എന്ന് പറയുന്ന കീ കൊടുത്തു,
കോളൻ കൊടുത്തു, അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ വിച്ച് ഈസ് ജാക്ക്. നമുക്ക് ആദ്യത്തെ കീ വാല്യൂ പെയർ കഴിഞ്ഞു. ഇപ്പോൾ നമ്മളത് എന്തുകൊണ്ട് സെപ്പറേറ്റ് ചെയ്തു? കോമ ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ രണ്ടാമത്തെ കീ ക്രിയേറ്റ് ചെയ്തു വിച്ച് ഈസ് ഏജ്. കോളൻ ഇട്ട് കൊടുത്തു, അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ 24 കൊടുത്തു. 24ന് നമ്മൾ ഡബിൾ കോഡ് കൊടുക്കാഞ്ഞത് എന്താ? 24 എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് അല്ല, അത് ഇൻറ്റിജറാണ്. ഇൻറ്റിജേഴ്സിന് നമ്മൾ എന്ത് കൊടുക്കണ്ട? ഡബിൾ കോഡ്സ് ഒന്നും കൊടുക്കണ്ട. അപ്പോൾ ആ കീ വാല്യൂ പെയർ അവിടെ എൻഡ് ചെയ്തു. നമ്മൾ അടുത്ത കീ വാല്യൂ പെയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ എന്ത് കൊടുക്കണം? കോമ കൊടുത്തു. ഹൈറ്റ് എന്ന് പറയുന്ന കീ ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ ഒരു കോളൻ വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ 165 എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ അൺഓർഡേർഡ് ടൈപ്പിൽ അണ്ടറിൽ വരുന്ന ഡേറ്റ ടൈപ്പുകൾ.